Hi friends, today I'm going to give you a short note about Gestalt theory of learning. Friends, don't expect explanation and a very high level of video because this is only for those who don't have textbook or the material for the preparation of coming CAT examination, and just take it as a combined study. ജസ്റ്റ് ഞാൻ ഒന്ന് വായിക്കുക മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് please read out once more. I'm sure that it will really helpful for while you are practicing previous questions. It's very necessary to have a peripheral idea about the content. അപ്പം ഞാനിത് വായിക്കാം. കോളർ, കോഫ്ക ആൻഡ് വെർത്തിമർ, they are the Gestalt psychologists. They believe that whole is more important than part. Learning should involve understanding of situation and experiences in their totality. Simple അല്ലേ? Kohler introduced the term insight learning. Who introduced the term insight learning? Kohler. Based on his experiment, he concluded that highest type of learning takes place by insight. Learning by insight means sudden grasping of the solution for a problematic situation. Learning by insight എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ മൈൻഡിൽ വരുന്നൊരു സൊല്യൂഷൻ, അതാണത്. കോളേഴ്സ് എക്സ്പെരിമെൻറ്റ് 4 എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് ഓൺ ചിമ്പാൻസി. ഇറ്റ്സ് നെയിം ഈസ് സുൽത്താൻ എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ നെയിം. എക്സ്പെരിമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ബോക്സിൽ അറിയിച്ചാൽ ഞാനത് പറഞ്ഞു തരാം. സ്റ്റെപ്സ് ഇൻ ഇൻസൈറ്റ് ലേണിംഗ്. 4 സ്റ്റെപ്സ് ഇൻ ദ പെർസെപ്ഷൻ ഓഫ് ദ ഹോൾ സിറ്റുവേഷൻ ഓർ ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം മനസ്സിലാക്കുക. സീൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ സിറ്റുവേഷൻ. നെക്സ്റ്റ്, റീഓർഗനൈസേഷൻ ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഇൻ ദ സിറ്റുവേഷൻ ബൈ ദ നെർവസ് സിസ്റ്റം. അതായത് നമ്മൾ ആലോചിക്കുന്നതിനെയാണ് അത് പറയുന്നത്. 4th വൺ, സഡൻ ഗ്രാസ്പിംഗ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം എമേർജിങ് ഫ്രം ദ റെക്കഗ്നീഷൻ. പ്രോബ്ലം മനസ്സിലാക്കി അതിലുള്ള ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച് അതിനാലോചിച്ച് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതാണ് 4 സ്റ്റെപ്സ്. ഇനി 4 ലോസ് ഓഫ് ജെസ്റ്റാൾട്ട്. ദേ ആർ ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പം ജെസ്റ്റാൾട്ട് ലോയിൽ പെടാത്ത ലോ ഏതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഫ്രം ഹോൾ ടു പാർട്സ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ ഒരു ഫ്ലവറിൻ്റെ പാർട്സിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോ പാർട്സ് എടുത്ത് പഠിപ്പിക്കുന്നതിന് പകരം ഫസ്റ്റ് നമ്മൾ ഫ്ലവറിനെ കാണിച്ചിട്ട് ഇതിൻ്റെ പാർട്സാണ് എന്ന് പഠിപ്പിക്കുക. അത് തന്നെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഓൾ സബ്ജക്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ കരിക്കുലം ഷുഡ് റിഫ്ലക്റ്റ് യൂണിറ്റി ആൻഡ് കൊഹിഷൻ. അതായത് സബ്ജക്റ്റുകൾ തമ്മിൽ ഒരു ബന്ധം വെക്കണം എപ്പോഴും. എന്നിട്ട് ആക്ടിവിറ്റീസൊക്കെ അതിന് വെച്ച് ഫ്രെയിം ചെയ്യണം. ഐസൊലേറ്റഡായി പഠിപ്പിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റിംഗ് മോട്ടിവേഷൻ. അങ്ങനെ പറഞ്ഞാൽ ലേണർ ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ ഗോൾ ആൻഡ് പർപ്പസ് ഓഫ് ദ ടാസ്ക്. മോട്ടിവേഷനിലൂടെ കുട്ടീനെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. എംഫസൈസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്. റിപ്പിറ്റീഷൻ ഈസ് യൂസ്ലെസ്. അതായത് നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കൊടുത്ത് കാണാതെ പഠിപ്പിക്കുന്നതിന് പകരം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക കുട്ടിക്ക്. പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്. അങ്ങനെ പറഞ്ഞാൽ ലേണർ പ്ലേസ്ഡ് ഇൻ ദ പൊസിഷൻ ഓഫ് ഡിസ്കവറേഴ്സ്, അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് ഷുഡ് ബി മേഡ് യൂസ് ഓഫ് ഫോർ മേക്കിംഗ് ഹിസ് ഡിസ്കവറീസ്. കുട്ടീനെ ഒരു ഡിസ്കവറിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക.